പുതിയ ഡേസ് നമ്മൾ ഇന്ന് നമ്മളെ നാളെ ആയിട്ട് നമ്മളെ മാത്സിൻ്റെ എക്സാമാണ് നാളെ വരുന്നത്. പക്ഷേ 2 ദിവസം ഇന്നലെയും മിഞ്ഞാന്നായിട്ട് നമ്മൾ ഇന്നലെയും മിഞ്ഞാന്നായിട്ട് നമ്മൾ ബയോളജി, ഹിന്ദി പിന്നെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ 3 നമ്മൾ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. എന്തായാലും അത് കഴിച്ച് നമുക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു, കുറച്ച് ട്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പക്ഷേ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും വീഡിയോ വരുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ ഏകദേശം 7:15 ആകുമ്പോൾ ഒന്നാണ് ഇപ്പോൾ സൈലത്തിലൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ വരിക മാത്സിൻ്റെ എക്സാമിൻ്റെ വൈകുന്നേരമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇന്ന് മാത്സിൻ്റെ എക്സാമിൻ്റെ തലേ ദിവസമാണ് 7:15 ഇപ്പോൾ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിപ്പം തുടങ്ങും. അപ്പോൾ അതിന് നമ്മൾ ഒരു റഫ് നോട്ടും പിന്നെ നമ്മളെ മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഓരോ കണക്കൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബയോളജി എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, ഇംഗ്ലീഷും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എല്ലാം ഈസി പറയില്ല. ഹിന്ദിയാണ് കുറച്ച് ടഫ്, അനക്കാണ് എനിക്ക് ഹിന്ദി കുറച്ച് റെക്കോർഡായിട്ട് കുറച്ച് ടഫ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ വരുന്നതായിരിക്കും ഓരോന്നായിട്ട്. അപ്പോൾ ഇപ്പം ക്ലാസ് തുടങ്ങും. നമ്മൾ ക്ലാസ് കുറച്ച് കാണിച്ച് നാളെ രാവിലെയും ക്ലാസ് ഉണ്ട്. രാവിലെ 6 മണിക്കാന്ന് തോന്നുന്നു ക്ലാസ് ഉണ്ട്. 6 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് ഫുൾ പ്രിപ്പയർ ആയിട്ടായിരിക്കും നമ്മൾ രാവിലെ തന്നെ മാത്സിൻ്റെ എക്സാം. രാവിലെയാണ് മാത്സിൻ്റെ എക്സാം വരുന്നത്, അതിന് പോകുന്നത്. അപ്പോൾ അന്ന് വൈകുന്നേരമാണ് വീഡിയോ വരിക. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം ഈ വീഡിയോ തന്നെ കാണുക അടുത്ത വൈകുന്നേരം വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ക്ലാസ്സൊക്കെ കേൾക്കാം. ഇപ്പം ക്ലാസ് തുടങ്ങും. നമ്മൾ കാണിച്ചില്ല. അപ്പോൾ ക്ലാസ് ഇപ്പം തുടങ്ങും. ഏകദേശം മെഗാ മാരത്തോണാണ്. അപ്പോൾ ഇപ്പം തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ബുക്കൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാത്സ് ഏകദേശം നമുക്കൊരു 4-5 പാടാനായിട്ടാണ് വരുന്നത്. അപ്പോൾ പെയർസ് ഓഫ് ഇക്വേഷൻ ഇങ്ങൊക്കെ എടുത്ത് നിന്ന് കമൻറ്റ് ചെയ്യാം. പെയർ ലൈൻസൊക്കെ വരക്കാനുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് വലിയ പ്രശ്നമില്ല. വരക്കാൻ വന്നാൽ ഏകദേശം 4 മാർക്കിനൊക്കെ ഓരോ ക്വസ്റ്റ്യനിലുണ്ടാകും, പാർട്ടായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ക്ലാസ് കേൾക്കാം. നമുക്ക് ആദ്യത്തെ ഒരു ഇൻട്രോ വരുന്നുണ്ട്. ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പാറ്റേൺ മാറിയിട്ടുണ്ട് എല്ലാം. നമ്മളെ ഇപ്പം കഴിഞ്ഞ എക്സാമിൻ്റെ ഒക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഏകദേശം ഇപ്പം തന്നെ നമ്മളെ 19 വാച്ചിങ് ഉണ്ട്. അപ്പോൾ ഏകദേശം 19 വാച്ചിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല വ്യൂസ് ഒക്കെ എന്തായാലും അടിക്കുന്നതിനായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ക്ലാസ് കേൾക്കാം. ഏകദേശം ക്ലാസ് സ്റ്റാർട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഓറിയോ ഒക്കെ എടുത്തില്ല, കുറച്ച് ബിസ്ക്കറ്റൊക്കെ തിന്നോണ്ട് അടിക്കാനായിട്ട് നല്ല പഠിച്ചു. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. നമ്മളെ ക്ലാസ് നടന്നുകൊടുക്കുന്നത് തന്നെ നമ്മൾ ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് നമ്മൾ ബിരിയാണി എന്നതാണ്. അപ്പോൾ ഒരു കിടിലമ്പത്തിൽ ലെഗ് പീസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കഴിച്ചിട്ട് കാണാം. നമ്മളെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഒക്കെ നമ്മൾ ഈ സൈലത്തിൻ്റെ ക്ലാസ് കേൾക്കുന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് നേരം വന്നിട്ടുണ്ടായിരുന്നു സൈലത്ത് പറഞ്ഞൊക്കെ. അപ്പോൾ പേപ്പർ അപ്പോൾ ടഫാണ്, കണക്ക് ടഫാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനത്തെ അപ്പോൾ തന്നെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ റീൽ നോക്കിയാൽ തന്നെ ഇരിക്കും കുറേ റീൽസ് ഇങ്ങനെ മാത്സ് എക്സാമിനെ പറ്റിയിട്ടുള്ള റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ടഫാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്തായാലും കമൻറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോ. പൈസ നമ്മൾ ഇന്നലെ രാത്രി മുതൽ ക്ലാസ് കാണുന്നതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് ഫുഡ് കഴിക്കുന്നവരെയാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇതാണ് കാണുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷെ രാവിലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അന്ന് ഇന്നലെ തന്നെ കിടക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ല നേരം പോയതുകൊണ്ട് പക്ഷെ രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല നേരത്തെയാണ് എണീച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം വരുന്നത് which of the following equation represent the statements 3 times a number added to 5 times another number gives 18 as 3x plus. അതിൻ്റെ ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ട് നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കി നോക്കാം. എന്തായാലും തിരിയാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ 1 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസ് 1 വേർഡാണ്, 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ഈസിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്നത് കുറച്ച് ടഫ് പോലെ 5 ക്വസ്റ്റ്യൻ ഓക്കെയാണ്. ഇവിടെ ഫസ്റ്റത്തെ 5 ക്വസ്റ്റ്യൻ ഓക്കെയാണ്. ബാക്കി 3 കുറച്ച്
ഒരു ഡിഫിക്കൽട്ടി തോന്നി. വേറെ അധികം പ്രശ്നമൊന്നുമില്ല ആ ഭാഗത്തുനിന്ന്. പൈസ അടുത്തത് സെക്ഷൻ ബി ആണ്. സെക്ഷൻ എ ബി സി ഡി എന്നിട്ട് ഇങ്ങനെ 4 ഇതായിട്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ 9 മുതൽ ഏകദേശം 14 വരെ സെക്ഷൻ ബിയിലാണ് വരുന്നത്. 15 മുതൽ പിന്നെ ഏകദേശം 15 മുതൽ 20 വരെ സെക്ഷൻ സിയിലാണ് വരുന്നത്. സെക്ഷൻ സിയിലാണ് വരുന്നത്. ബാക്കിയൊക്കെ സെക്ഷൻ ഡിയിലാണ് വരുന്നത്. അപ്പോൾ കുറച്ച് കൂടെ എടുക്കുന്നുണ്ടായിരുന്നു. ഫാൻ ഇട്ടാൽ ശരിയാവില്ല ഐസ്. ഇവിടെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഓരോ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നല്ലത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ 9ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 40 സെൻറ്റിമീറ്റേഴ്സ് ആണ്. പിന്നെ സമ്മിനെ പറ്റി അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുതിയെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. 2 പേപ്പർ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ എക്സാം നമ്മളെ ഇതിൻ്റെ രാവിലത്തെ അല്ല ഇന്ന് രാത്രിത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇങ്ങനത്തെ ഇനിയും വീഡിയോസ് വരുന്നത്. ഇനി മലയാളം പരീക്ഷയാണ് നാളെ വരുന്നത്, വെള്ളിയാഴ്ചയായിട്ട്. പിന്നെ തിങ്കളാഴ്ച കെമിസ്ട്രി ഫിസിക്സ് ആണ് വരുന്നത്. പിന്നെ പിന്നെ അടുത്ത ദിവസം മലയാളം ഫസ്റ്റാണ് വരുന്നത്. അപ്പോൾ നാളെ മലയാളം സെക്കൻഡാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് വായിച്ച് നോക്കി സെറ്റാക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് എടുത്താൽ പുതിയ